അപ്പോൾ ഗൈസ് നമ്മളിന്ന് മൈദ കൊണ്ടൊരു വെറൈറ്റി സാധനം ഉണ്ടാക്കുന്നത്. അതെന്തുവാന്ന് നിങ്ങൾ വഴിയെ മനസ്സിലാക്കിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ അകത്തല്ല, നമ്മൾ ഇത് ജസ്റ്റ് കുഴയ്ക്കാൻ വേണ്ടി മാത്രമാണ് നമുക്കിപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ വെളിയിലാണ് വരുന്നത്. നമുക്ക് മൈദ കുഴച്ചെടുക്കാൻ മൈദ നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് നമുക്ക് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മളെ ചപ്പാത്തിക്ക് കുഴക്കുന്നത് കുഴക്കരുത്, അതിനേക്കാട്ടിലും ലൂസാക്കി നമ്മൾ എന്താണ് പറയേണ്ടത്, നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന ആ ഒരു രീതിയിൽ ലൂസാക്കി വേണം കുഴക്കാൻ. നല്ല ലൂസാവണം. നമുക്ക് നല്ല രീതിക്കൊന്ന് ലൂസാക്കി കുഴച്ചെടുക്കണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ ടൈറ്റ് എന്ന് പറഞ്ഞ സംഭവം പാടില്ല. നല്ല രീതിക്ക് കുഴച്ചെടുക്കാം. നിങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പൊറോട്ടയായിരിക്കും. എല്ലാവർക്കും അറിയാവുന്നത്. ഇതിനാണ് ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കുന്നത്. ചിന്തിക്കും, പക്ഷേ മലയാളികളുടെ പൊറോട്ടയല്ല. നമ്മളിന്ന് ആരും ചെയ്യാത്ത രീതിയിൽ നമ്മുടെ വെളിയിലത്തെ അടുപ്പിൽ വെച്ച് നല്ല ഒന്നാന്തരം പപ്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു വെറൈറ്റി അല്ലേ, അടുപ്പിലെ പപ്സ്. അപ്പം വെറും പപ്സല്ല, നമ്മളാ മുട്ട പപ്സാണ്. ചിക്കൻ പറഞ്ഞ മുട്ട പപ്സ് കുഴച്ച്. അപ്പോൾ നമ്മുടെ മൈദമാവ് നല്ല രീതിയിൽ ഇവിടെ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കൊണ്ടുവന്ന് കുഴയ്ക്കാം. നമുക്ക് കൗണ്ടർ ടോപ്പിട്ട് നല്ല രീതിക്ക് കുഴച്ചെടുക്കാം. നമ്മുടെ നേരത്തെ ചാനലിൽ പൊറോട്ടയ്ക്ക് കുഴച്ച അതേ രീതിയിൽ തന്നെ വേണം കൗണ്ടർ ടോപ്പിട്ട് കുഴയ്ക്കാൻ. നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമുക്ക് രണ്ടായിട്ട് മുറിച്ചിങ്ങനെ റോൾ ചെയ്യാനുള്ളത് നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. എന്തായാലും ഇവിടുത്തെ കത്തി ഉപയോഗിച്ചാണ് മുറിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് പല ഭാഗങ്ങളാക്കാം. കഷ്ണമാക്കി മാറ്റി വെക്കുക. ഞാൻ ഇതും ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു 20 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി ഒരു പാത്രം എടുക്കാം. നമ്മൾ ഇതുകൂട്ടത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിക്കുക.
നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പോയി അതാ നമ്മൾ ചെറുതായിട്ടൊന്ന് ഓരോ വർഷവും ഇങ്ങനെ നമ്മൾ പരത്ത് വന്നിട്ട് നമ്മൾ ഈ എണ്ണയിൽ 2 വർഷം മുക്കി അവിടെ തന്നെ അങ്ങ് വെക്കുക. ഇതുകൊണ്ട് നമുക്ക് എല്ലാം ഒന്ന് പരത്തി മുക്കി വെക്കാം. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു 22 പപ്സിനുള്ളത് നമ്മൾ സെറ്റാക്കി ഇങ്ങനെ 2 സൈഡും എണ്ണയും മുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 2 മിനിറ്റ് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മസാല കളർ ഉണ്ടാക്കാം. അപ്പം അത് വെളിയിലാണ്, അപ്പോൾ വെളിയിലോട്ട് പോകാം. ഈ ഒരു ചീനട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു. അതിലേക്ക് നമ്മൾ സവോള ഒന്ന് വഴറ്റിയെടുക്കാൻ വെച്ചു. പപ്സിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഈ ഒരു മെത്തേഡ് എല്ലാം കൂടെ കാരണം കടലായിട്ട് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും. വരണ്ട നോക്കട്ടെ. നമ്മളിതൊന്ന് വരണ്ട വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് നമ്മൾ അരച്ച് വന്നിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളറ് മാറണം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിലെ പച്ചമുളകിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളർ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടാൽ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ തന്നെ. അപ്പോൾ മുളക് പൊടി നടക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മല്ലിയില്ലായിരുന്നു, മല്ലിപ്പൊടിക്ക് വെച്ചിട്ട് താമസം എടുത്തു. നമ്മൾ ഫ്രഷായിട്ട് തന്നെ പൊടിച്ചാൽ മതി. 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് നേരം കൊടുക്കാനുണ്ട്. നമ്മുടെ മൈദക്കകത്ത് ഇട്ടതിൻ്റെ ഉപ്പിനനുസരിച്ച് പറയും. ഇതിൽ ഉപ്പിന് ഇത് വെച്ച് നമ്മൾ കുറച്ചാണ് ഉപ്പിടുന്നത്. ഇതിലോട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആ പൊടി കൂടി ഇട്ടെന്ന് ഇറക്കി. കാരണം നമ്മുടെ ക്യാമറ ഒന്ന് പെട്ടെന്ന് ഓഫായിപ്പോയി. ക്യാമറയ്ക്ക് നമ്മളൊന്ന് ബാറ്ററി മേലാണ് പോയതാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അത്രയും ചെയ്തു. ഇനി നമ്മൾ ഉപ്പ് വരെ ഇട്ടതിനകത്തോട്ട് 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അത്യാവശ്യം ഗരം മസാല നമ്മൾ കടയിൽ മേടിക്കുന്നതിന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ നിന്ന് മേടിക്കുന്ന കടയിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കുന്നതല്ല. പിടിക്കുന്നവരാണ് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ഏകദേശം നമുക്ക് ഉള്ളിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം എങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെർഫെക്റ്റായിട്ട് അവർ കൂട്ടായിട്ടാണ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളത്.
മല്ലിയിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഞാൻ മല്ലിയില ആഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ആ ഒരു മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്സിൻ്റെ പൊടി ഉണ്ടാക്കുന്ന സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അത് സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. നമുക്ക് ഇതിനെ പരത്തി ഷീറ്റാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് പേപ്പറിനെ പോലെ സോഫ്റ്റായിട്ട് പരത്തണം. അപ്പം പരത്തിയാൽ മതി. ഇനി നമുക്ക് നാലായിട്ട് മടക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ നിൽക്കത്തോട് അതിട്ട് എന്നിട്ട് താഴെ മേലോട്ട് വീണ്ടും വീടിൻ്റെ താഴെയിട്ട് എന്നിട്ട് ഇവിടുന്ന് സൈഡിലോട്ട്. ഇത് നമുക്ക് കൂടുതൽ ലെയർ കിട്ടാനാണ്. നമ്മൾ കട്ടിക്ക് ഒരിക്കലും ചെയ്യരുത്. കട്ടിക്ക് ചെയ്താൽ പപ്സ് വേവാൻ അത്രയും താമസം എടുക്കും. നമുക്ക് ആ ഒരു പപ്സിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരാം. രീതിയിലാക്കാം. നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട അമർത്തി വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് രണ്ടറ്റവും പിടിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന വരെ ഒരു പോകാതിരിക്കാൻ വേണ്ടി അരികത്തിലെ തേച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് നമ്മളിപ്പോൾ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഫുള്ളാക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിതൊക്കെ ബേക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയായിട്ടുള്ള കടയിലേക്ക് തന്നെ നമുക്ക് പൊട്ടുന്നുണ്ടാകും. പൊട്ടുന്ന കുറവൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ല പൊട്ടി പൊളിങ്ങൊക്കെ വരുന്നുണ്ട്. കുറേ ലെയറുകളൊക്കെയാണ് നമുക്ക് കടയിൽ കിട്ടുന്ന പോലെ തന്നെയാണ് വരുന്നത്. ഒരിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കാം. ഇങ്ങനെ നമ്മൾ ത്രോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിനി അടുത്ത ട്രിപ്പ് ബേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നമ്മൾ കടയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ കളറോ ഫുഡ് കളറോ അങ്ങനത്തെ ഒരു സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ആകെ നമ്മൾ മൈദ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് മുട്ട ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇത് നമ്മൾ കുക്കറിലാണ് വെച്ചത്. ഇത് നമ്മുടെ ഇഡലിക്കുട്ടകത്ത് വെച്ചതാണ്. അത് ഇവിടെ മാത്രമേ വേവാനുണ്ട്. അടിവശം എല്ലാം നമുക്ക് വേണ്ടി കിട്ടി. ഇതിനെ ഒന്നുകൂടെ കുക്കറിൽ വെച്ച് വേവിക്കണം. നമ്മൾ കുറച്ച് സമയം മുന്നേ എടുത്തുകൊണ്ടാണിത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി കുറച്ച് സമയം കൂടെ വെക്കണം. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്ന വിജയ് സൈനിങ്